ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ സേഫ്. നമ്മുടെ നാട്ടിലും രാജ്യത്തും കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. അതുപോലെ ഹോസ്പിറ്റലുകളിൽ നിന്നും നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് ലഭ്യമാവാതിരിക്കുന്ന സാഹചര്യത്തിൽ ക്രിട്ടിക്കൽ അല്ലാത്ത രോഗികളെ വീടുകളിൽ കഴിയാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, കൊറോണ ബാധിതർ എന്നിവർക്ക് ബ്ലഡിലെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അതിനായി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പൾസ് ഓക്സിമീറ്റർ. ഇത് ഉപയോഗിക്കാനാണ് ഡോക്ടേഴ്സ് പൊതുവെ നിർദ്ദേശിക്കുന്നത്. പ്രായമായവരുള്ള വീടുകളിലാണ് ഇത്തരം ഒരു ഡിവൈസ് അധികം ആവശ്യമായിട്ട് വരുന്നത്. അവരുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ 94% കുറയുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതിലും താഴെയാണെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. എങ്ങനെയാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കേണ്ടത്? ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിവൈസാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ കാണാം. ഇതിനു താഴെയായി ഒരു ബട്ടണുണ്ട്. സൈഡിൽ ക്ലിപ്പ് പോലെ അമർത്താനുള്ളതും മറുഭാഗത്ത് വിരൽ വയ്ക്കാനുള്ള സ്പേസുമാണ്. താഴെ ഭാഗം സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഇടാനുള്ള സ്പേസാണ് കാണാൻ സാധിക്കുന്നത്. ബാറ്ററി ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് ഭാഗങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പൊതുവെ സ്പ്രിംഗ് ഉള്ള ഭാഗം നെഗറ്റീവായി കരുതാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഭൂരിഭാഗം ഓക്സിമീറ്ററുകളിലും ഒരു സൈഡിൽ തന്നെയാണ് 2 സ്പ്രിങ്ങുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ രേഖപ്പെടുത്തിയത് വ്യക്തമായി നോക്കി, നെഗറ്റീവ്, പോസിറ്റീവ് ഭാഗങ്ങൾ കൃത്യമായി നോക്കി ബാറ്ററി വെക്കേണ്ടതാണ്. വലത് കൈയിലെ നടുവിരലാണ് ഇതിൻ്റെ അകത്തേക്ക് വെക്കേണ്ടത്. കയ്യിൽ മറ്റ് അഴുക്കുകളൊന്നും തന്നെ ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൈ തണുത്ത അവസ്ഥയിലാണെങ്കിൽ തിരുമ്മി ചൂട് പിടിപ്പിച്ച് അതിന് ശേഷം മാത്രം പരിശോധിക്കുക. വളരെ റിലാക്സായി ചെക്ക് ചെയ്യുക. ബട്ടൺ അമർത്തുക. SpO2 ഓക്സിജൻ ലെവൽ കാണിക്കുന്നു. PRBPM പൾസും കാണിക്കുന്നു. 15 സെക്കൻഡിൽ ആദ്യത്തെ റീഡിംഗ് വായിക്കുന്നു. ഏകദേശം 1 മിനിറ്റ് വരെയെങ്കിലും വെക്കണം. ഓക്സിജൻ ലെവൽ കൂടിയ ലെവൽ നോട്ട് ചെയ്യുക. പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് ഓക്സിജൻ ശതമാനം 99% ആയിരിക്കും. ദിവസത്തിൽ 3-4 തവണ ടെസ്റ്റ് ചെയ്യുക. 95% താഴെയാണെങ്കിൽ ശ്രദ്ധിക്കണം. ശ്വാസകോശ പ്രശ്നം അഥവാ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം മുൻപുണ്ടായവർക്ക് ഓക്സിജൻ ലെവൽ കുറവായിരിക്കും. 90 മുതൽ 92% വരെ ആകാം അവരുടെ ഓക്സിജൻ ലെവൽ. 94% കുറവ് വരുമ്പോൾ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എല്ലാവർക്കും പൾസ് ഓക്സിമീറ്ററിനെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക്